ഈ പോസ്റ്റർ കീറി പരാജയപ്പെടുത്താനല്ല, കാരണം സിനിമ വിജയിച്ചു പോകുന്നതിലുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ടാണ്. ഇത് ഈ പോസ്റ്റർ കീറുന്നതിനെ പക്ഷേ അങ്ങനെ മാത്രമായിട്ട് കാണണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഈ ആളെ ക്യാൻസൽ ചെയ്ത് കളയുക എന്ന് പണിയെടുക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ ചെറുപ്പക്കാരൻ വന്ന കാലം തൊട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇയാൾക്ക് എല്ലാം ഒരു പ്രശ്നമില്ലാത്തൊരു നടനാണ് ഇയാൾ എന്നല്ല പറയുന്നത്. പക്ഷേ ഈ കാലത്ത് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിജയങ്ങൾ ഉണ്ടാക്കുകയും നിറയെ പണം വാരുകയൊക്കെ ചെയ്യുന്ന വലിയ ശ്രദ്ധ ചെറുപ്പക്കാരുടെ ഭാഗത്തുനിന്നും കാഴ്ചക്കാരുടെ ഭാഗത്തുനിന്നും കിട്ടുന്ന എല്ലാ ആളുകൾക്കുള്ള കുഴപ്പങ്ങൾ ഒരു പക്ഷേ അയാൾക്കുണ്ടാകാം. പക്ഷേ ആ ആളുകൾ ട്രീറ്റ് ചെയ്യപ്പെടുന്ന പോലെയല്ല ഇയാൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇന്നാൾ എന്തോ ഒരു വർത്തമാനം പറഞ്ഞ ഒരല്പം മറ്റൊരു നടനെ പറ്റി എന്തോ പറഞ്ഞപ്പോൾ പെശകി, എനിക്ക് തോന്നുന്നു ഉണ്ണിമൂന്നിനെ കുറിച്ചോ മറ്റോ ആണ്. അതോടെ ഈ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നത് പെശകിയതായിരിക്കില്ല, ആ കമ്പനി എന്തോ പെശകി എന്ന് ട്രോൾ ചെയ്തു. അപ്പോൾ പറഞ്ഞപ്പോൾ അത് ട്രോളായി. അതിനുശേഷം ഇയാളെ ക്യാൻസൽ ചെയ്യാൻ നടന്ന ശ്രമത്തിൻ്റെ വലുപ്പം കണ്ട് നമ്മൾ ഞെട്ടിപ്പോകും. അതായത് ഭീകരമായിട്ട് ക്യാൻസൽ ചെയ്യാണ് അത്. പക്ഷേ പണ്ടേ പോലെയല്ല. പണ്ട് നമുക്കറിയില്ല എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ആളുകളെ പിന്നെ ഈ ഫേക്ക് ഐഡികൾ വെച്ചിട്ട് ബോംബ് ചെയ്യുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, പറഞ്ഞ് ഇവൻ കുഴപ്പക്കാരനാണ് സ്ഥാപിക്കുക, അയാൾക്ക് പടം കിട്ടാതാക്കുക, ഇങ്ങനെ നാനാഭാഗത്തുനിന്ന്. ഇപ്പോൾ തമിഴിലോ മറ്റോ പോയിട്ട്, ഞാൻ ഇയാളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്, തമിഴിലോ മറ്റോ പോയിട്ട് ഇയാളൊരു സിനിമ ചെയ്തു, ആ പടം വേണ്ട വിജയം അവിടെ ഉണ്ടായില്ല. എന്തൊരു ആഹ്ലാദ പ്രകടനമായിരുന്നു അറിയോ. അതുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവം വന്നാലും താഴെ വലിയ ആഹ്ലാദ പ്രകടനമാണ് ഈ ഫേക്ക് ഐഡികളുടേത്. എന്നിട്ട് ഈ സന്തോഷ് ടി കുരുവിള ഇതിൻ്റെ നിർമ്മാതാവ് കഴിഞ്ഞ ദിവസം ഒരു ഇവനുമായിട്ട് ഒരു പ്രൊമോഷൻ പരിപാടിയിൽ ഈ ചെറുപ്പക്കാരനായിട്ട് വന്നിരുന്ന് അവിടെ വെച്ച് പറയുന്നത് ഞാൻ കേട്ടു. അയാൾ പറയാണ് ഇയാൾ ഭയങ്കര കുഴപ്പക്കാരനാണ് എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയ ഇയാളെ കൊണ്ട് പടം സെറ്റിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് വലിയ ചർച്ചയുണ്ടായിരുന്നത്. ഞാനൊന്ന് പേടിച്ചാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നതെന്നാണ് ഓർമ്മയില്ല. ജോബി ജോർജ് പ്രൊഡ്യൂസറായിരുന്ന കാലത്താണ് ഇദ്ദേഹത്തിനെതിരെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നെ ഈ സിനിമയിലെ മയക്കുമരുന്ന് ഉപയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തോതിൽ അങ്ങ് വളർന്നു. അപ്പോൾ അതിനകത്ത് അതൊക്കെ വെറുതെ ചർച്ച നടക്കുന്നു. ചർച്ച വളർത്തിയെടുക്കുക, എന്നിട്ട് ബോംബ് ചെയ്ത് കളയുക, ഇല്ലാതാക്കി കളയുക, അതിനെല്ലാം ഉപയോഗിക്കുക എല്ലാത്തരം. അതായത് നഗ്നമായിട്ട് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ആവശ്യവുമില്ലാതെ എടുത്തിട്ട് തകർക്കാൻ ശ്രമിക്കുക. പിന്നെ അച്ഛനെ ചേർത്തിട്ട് മറ്റേയാളുടെ ഒരു പിന്നീട് വലിയ ട്രോളായി തിരിച്ച് അയാൾക്ക് തന്നെ ട്രോളായി മാറിയ പ്രയോഗമൊക്കെ ഉണ്ട്. ഈ എന്താ ചെറുക്കൻ എന്നൊക്കെ പറയുന്ന ഒരു ട്രോളൊക്കെ. അപ്പോൾ ഷെയ്ൻ നിഗം എന്ന് പറയുന്ന ആളെ അതിലെ ഏറ്റവും രസകരമായ കാര്യം അത് തന്നെയാണ്. അതായത് നമ്മൾ ഭീകരമായിട്ട് ബോംബ് ചെയ്തില്ലാതാക്കി കളയാം എന്ന് കരുതിയിട്ട് ഇയാൾ പക്ഷേ കൂളായിട്ട് ഓരോ പടം വിജയിപ്പിച്ച് വരികയാണ്. ഭയങ്കരമായിട്ടുള്ള മാസ്മരികമായ ഒരു സാന്നിധ്യം, ഒരു സ്ക്രീൻ പ്രസൻസ് ഉള്ള ചെറുപ്പക്കാരനാണ് ഇയാൾ. ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അന്തം വിട്ട് നിൽക്കും. ഇന്നാളൊരു ദിവസം സിനിമയ്ക്ക് പുറത്തൊരു ഡാൻസ്, എനിക്കൊന്ന് RDXയുടെ ഡാൻസ് അയാൾ സിനിമയ്ക്ക് പുറത്തൊരു ചെയ്തപ്പോൾ ആൾ കണ്ണും തള്ളിയിരുന്നു. ഉറപ്പായിട്ടും ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇയാളെ മലയാള സിനിമയും തമിഴ് സിനിമയും ഒക്കെ ഗംഭീരമായിട്ട് ഉപയോഗിക്കുക ചെയ്യുക. അയാൾ കുറച്ച് ഇനി മുകളിലേക്കേ പോകും. പോസ്റ്റർ കീറാൻ നിൽക്കുന്ന ആളുകൾ അവരുടെ വിരൽ